ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ റിവൈസ് ചെയ്യാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. ആദ്യം തന്നെ ഒരു കോട്ടാണുള്ളത്. ആരുടെയാണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം 1941 നടത്തിയ നിരീക്ഷണമാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതൊക്കെയാണ്? വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും. ഇനി ആ കാലഘട്ടത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് വർഗീയ ലഹളകൾ നടന്നിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്താണ്? കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഒന്നും കൂടി പറയാം. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ വളരെ രക്തരൂക്ഷിതമായിരുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഇത് ആരുടെ മരണത്തെക്കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗാന്ധിജി 1948 ജനുവരി 30 രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരണമടഞ്ഞത്. ഇനി അടുത്തത് നോക്കാനുള്ളത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എത്ര നാട്ടുരാജ്യങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 565 അന്ന് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലേക്കോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആരായിരുന്നു? VP മേനോൻ, മലയാളിയായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെ നിയന്ത്രണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്ന്, ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെയായിരുന്നു? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഈ 3 എണ്ണത്തിൻ്റെ നിയന്ത്രണമാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതിരോധം, വിദേശകാര്യം, പിന്നെ വാർത്താവിനിമയത്തിന് പകരം വേറെ എന്തെങ്കിലും, ഗതാഗതം, അങ്ങനെയൊക്കെ ഓപ്ഷനിൽ ഇടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഉള്ളത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ: ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഇനി പിന്നീട് അതിനുശേഷം അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും ഒക്കെ ഈ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡിനൊക്കെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു.
സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പോൾ ഫ്രാൻസും പോർച്ചുഗലിൻ്റെയും അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രാൻസിന് ഉണ്ടായിരുന്നത് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി കുറേയധികം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഋത്വിക് ഘട്ടക്, അദ്ദേഹത്തിൻ്റെ മേഘേ ദാക്കധാര, ദെൻ MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഋത്വിക് ഘട്ടക്കിൻ്റെയാണ് മേഘേ ദാക്കധാര, MS സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇനി VP മേനോനെ പറ്റിയിട്ട് നോക്കാം. അദ്ദേഹം 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇതിൽ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും അത് നോക്കാം. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അത് ഇതിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അങ്ങനെ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. ഭരണഘടനാനുസൃതമായിട്ട് ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്താണ് ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യയ്ക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. ഇനി നമുക്ക് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം അതാണ് ഇനി നോക്കാനുള്ളത്. നമുക്കറിയാം, ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം വളരെയധികം ഉയർന്നു വന്നു. അങ്ങനെയാണ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ചോദിച്ചാൽ ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. ഇനി സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അതിലൊന്നാണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോട്ടി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. അദ്ദേഹം 58 ദിവസം ആണ് നിരാഹാരം കിടന്നത്. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് പോട്ടി ശ്രീരാമലു. ഇത് ചോദിച്ചിട്ടുണ്ട്. എത്ര ദിവസമാണ്? 58 ദിവസമാണ് നിരാഹാരം കിടന്നത്. അങ്ങനെ
തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇത് PSCയുടെ ഒരു ഹോട്ട് ടോപ്പിക് മേഖലയാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ഫസൽ അലി. അതിലുണ്ടായിരുന്ന മറ്റ് അംഗങ്ങളാണ് HN കുൻസ്രു, അതുപോലെ തന്നെ മലയാളിയായ KM പണിക്കർ. ഇതിൽ ഒരു പ്രാവശ്യം ചോദിച്ചത് ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന രീതിയിലാണ്. അതിൽ KM പണിക്കർ എന്നതിന് പകരം കാവാലം മാധവ പണിക്കർ അങ്ങനെ ആയിട്ട് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ KM പണിക്കർ ഫുൾ ഫോമാണ് കാവാലം മാധവ പണിക്കർ. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ടൊക്കെ പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് 2014 നിലവിൽ നമുക്ക് എത്ര സംസ്ഥാനങ്ങളാണ്? 28 സംസ്ഥാനങ്ങളാണുള്ളത്. അതുപോലെ തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇനി സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടം കൊണ്ടത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും വൈസ് ചെയർമാനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. അതിലെ അംഗങ്ങളായിരുന്നു TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളായിരുന്നു. ഇനി ആസൂത്രണ കമ്മീഷൻ സാമ്പത്തിക പുരോഗതിക്കായിട്ട് നിരവധി പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ആസൂത്രണ കമ്മീഷനില്ല. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. അത് 2015 വരുന്നത്. ഇനി നമുക്ക് ബാക്ക് ടു ആസൂത്രണ കമ്മീഷൻ നോക്കാം. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ടു പോകാൻ ഇന്ത്യയെ സഹായിച്ചു. 12 പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായ്, ബൊക്കാറോ, റൂർക്കേല, ദുർഗാപൂർ. ഇതിൽ ഭിലായ്ക്ക് സഹായം നൽകിയ രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ.
ഇനി ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതോർജ്ജവും ഇതിൽ നിന്നും ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയുടെ പേരാണ് ബക്രാനങ്കൽ പദ്ധതി. അത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ എത്ര പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്? 55 പദ്ധതികൾക്ക്. 1952 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. നമുക്കറിയാം 91ലാണ് LPG വരുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇനി അടുത്തത് നോക്കാനുള്ളത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗവേഷണ സ്ഥാപനങ്ങളാണെന്ന് നോക്കാം. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ഇനി ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജഹാംഗീർ ബാബ, SN ഭട്നഗർ. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുപോലെ തന്നെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഇനി 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, അതായത് IIT 1954നും 1964നും ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ഈ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ വന്നിട്ടുണ്ടായിരുന്നു ഒരു PSC എക്സാമിന്. ഗാന്ധി ബോർഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇതിനടിസ്ഥാനമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. അപ്പോൾ 1954നും 64നും ഇടയ്ക്ക് എത്ര IITകളാണ് സ്ഥാപിച്ചത്? 5 IITകളാണ് സ്ഥാപിച്ചത്. ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 3 IITകൾ 7 IITകൾ സ്ഥാപിച്ചു എന്നൊക്കെ വരാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും നോക്കാം. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷമാണ് 1962. അതിനെ തുടർന്നാണ് ISRO വരുന്നത്. ISRO വരുന്ന വർഷം 1969ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി
1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിക്കുന്നത്. അപ്പം ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലുള്ള ഏജൻസികൾ നോക്കാം. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, അതുപോലെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇനി ഇന്ത്യ വികസിപ്പിച്ച കുറച്ച് മിസൈലുകൾ ഏതൊക്കെയാണ്? അഗ്നി, പൃഥ്വി. ഇതാണ് മെയിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ. അപ്പോൾ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലുള്ള ഏജൻസികൾ ഏതൊക്കെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ആണവരംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഡോക്ടർ രാജാ രാമണ്ണ, അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തെ പറ്റി നോക്കാം. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചു. അതേതൊക്കെയാണ്? SLV-3യും PSLVയും ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇനി അടുത്തതായിട്ട് വിക്രം സാരാഭായിനെ കുറിച്ചിട്ട് നോക്കാം. ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകി. ഇനി അടുത്തതായിട്ട് ചാന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യം ചന്ദ്രയാൻ 1 വരുന്നത് 2008 ഒക്ടോബർ 4 തുടക്കം കുറിച്ചത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമെന്ന ഖ്യാതി മംഗൾയാനാണ്. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ചോദിച്ചാൽ മംഗൾയാനാണ്. ഇപ്പം നിലവിൽ നമ്മൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. അത് 2023 വിക്ഷേപിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് വിദ്യാഭ്യാസം. അതിലൊരു ഈ കോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡോക്ടർ DS കോത്താരി. ഇനി നമുക്ക് കുറച്ച് കമ്മീഷനുകളെ കുറിച്ചിട്ട് നോക്കാം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ടും കുറേ കമ്മീഷൻസ് നിയമിച്ചിട്ടുണ്ട്. അതിലെ കുറച്ച് കമ്മീഷനെ കുറിച്ച് നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വന്നത്. ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. അതിൻ്റെ ശുപാർശകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ രൂപീകരിക്കുക, UGC. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്.
ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കമ്മീഷൻ ശുപാർശകളിൽ അല്ലാത്ത പ്രസ്താവന ഏത് എന്ന രീതിയിൽ. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1953 പക്ഷേ UGC ആക്ട് ചോദിച്ചാൽ വർഷം മാറി 1956 UGC ആക്ട് നിലവിൽ വരുന്നത്. ഇനി അടുത്ത കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അത് 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ശുപാർശകൾ: ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ഇനി ഡോക്ടർ DS കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൻ്റെ ശുപാർശ: 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത് 1986 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നുണ്ട്. രണ്ടാമത്തെയാണ് 1986 നിലവിൽ വന്നത്. ഇനി 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇതിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണെന്ന് ചോദിക്കാം. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഈ ബോക്സിലെ എല്ലാ പ്രസ്താവനയും ചോദിച്ചതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയത്. അത് നിലവിൽ വന്നതെന്നാണ് 2010 ഏപ്രിൽ 1. പുതിയ വിദ്യാഭ്യാസ നയം വന്നതെന്നാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. പുതിയത് വന്നത് 2020. അതിലെ ശുപാർശകളും ഇനി നമ്മൾ വരുന്ന പരീക്ഷകളിൽ നോക്കേണ്ടതാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി സാംസ്കാരിക നേട്ടങ്ങൾ നോക്കാം. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ് നോക്കാം. സംഗീത നാടക അക്കാദമി, അതുപോലെ തന്നെ ലളിത കലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. സംഗീത നാടക അക്കാദമിയിൽ പ്രവർത്തനമാണ് ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ലളിത കലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ പ്രസ്താവന രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്.
ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാപനം ഏതാണ് ലളിതകലാ അക്കാദമി. സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. ഇനി നോക്കാനുള്ളത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. പാഠത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലോട്ടായിട്ടുണ്ട് വിദേശ നയം. നമുക്കറിയാം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു കോട്ട് നമുക്ക് നോക്കാം. ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ഇത് 1947 ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ ഒരു പാർട്ടാണ്. വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതും വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടാത്തതേത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഒന്നും കൂടി നോക്കാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇനി പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ ആരുമായി ഒപ്പിട്ട കരാറാണ്? ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 പഞ്ചശീല തത്വത്തിൽ ഒപ്പിടുന്നത്. ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഇതെന്തായിരുന്നു കാരണം? ചൈനയുമായിട്ട് 1954 അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണിത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അതേതൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇനി അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പം ഇത്രയുമാണ്
ഈ ചാപ്റ്ററിൽ ഇത് നമ്മളൊന്ന് റിവൈസ് ചെയ്തതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ചാപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.